മോഹൻലാൽ നായകനായെത്തി ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടുന്ന ചിത്രമാണ് തുടരും. തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ മോഹൻലാലിന്റെ തുടരും 150 കോടിയിലധികം നേടിയെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തുടരും വിദേശത്ത് മാത്രം 71.5 കോടി നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. KR സുനിലിനൊപ്പം തരുണുമാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ഒരു ടാക്സി ഡ്രൈവറുടെ വേഷമാണ് ചിത്രത്തിൽ മോഹൻലാലിന്റേത്. ലളിത എന്ന നായികാ കഥാപാത്രമായി ശോഭനയും എത്തുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിക്കുന്നു എന്നുള്ളതും ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഫഹർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തിന് ആദ്യം വിന്റേജ് എന്ന പേരായിരുന്നു ഇടാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് സംവിധായകൻ തരുൺ മൂർത്തി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. സിനിമയുമായി ചേർന്നു നിൽക്കുന്ന പേരാണ് തുടരും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത്. അവസാന ഷെഡ്യൂളായപ്പോൾ വിന്റേജ് എന്നൊരു സജഷൻ ഉണ്ടായി. എന്നാൽ മോഹൻലാൽ വിന്റേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും. വിന്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല ഈ സിനിമ. വിന്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായി തുടരും എന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേരെന്ന് ചോദിച്ചു. അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും തരുൺ മൂർത്തി പറയുന്നു. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനുണ്ടായിരുന്നതെന്നും സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കുന്നു. കഥ കേട്ടപ്പോൾ തന്നെ മോഹൻലാലിനത് ഇഷ്ടമായെന്നും സംവിധായകൻ വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.